ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപ്പം എൻ്റെ വീട്ടിലെത്തിട്ടോ. എന്താ അമ്മ ഇന്നെന്താ പരിപാടി? 28 പറയൂ, സബ്സ്ക്രൈബോട് പറയൂ അമ്മ. അമ്മ അതാ പോണത്. എന്താ ഞങ്ങളിപ്പോൾ എത്തിയോളൂ കേട്ടോ. എനിക്ക് അമ്മ ഒരുവിധം സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ അവിയലുണ്ടാക്കിയിട്ടുണ്ട്. അവിയലായിട്ടോ, അവിയലായി. ഇപ്പോഴത്തെ ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു ട്രിപ്പ് കൂടി വെക്കണം. എന്താ ഇനി നല്ല പണിയിലാവും കേട്ടോ. എനിക്ക് ഇതിന് നേരത്തെ വരാൻ പറഞ്ഞതാ. ഞാൻ സമയം 9:30 ഞാൻ ഇവിടെ എത്തിയപ്പോട്ടോ. നേരത്തെ വരാൻ പറ്റിയില്ല. വണ്ടി കിട്ടാൻ വഴി കൊണ്ട് വലിയ പോന്നുള്ളൂ. ഇതിന് ചേച്ചിൻ്റെ കുട്ടിയുടെ 28 കേട്ടോ. രണ്ടാമത്തെ കുട്ടിയുടെ 28 അപ്പോൾ അധികം വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒക്കെ ഇനി എല്ലാവരും ചെറിയ തോതിൽ അങ്ങനെ നമ്മുടെ കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ട് കേൾക്കാട്ടോ ചെയ്യുന്നത്. അമ്മ നല്ല ബിസിയിലാട്ടോ. അമ്മ ബിസികളാണെന്ന്. 6 മണിക്ക് നീച്ചിട്ട് അമ്മ 6 മണിക്ക് നീച്ചിട്ട് ഞമ്മടെ വന്നപ്പം എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ മത്തം കൊണ്ട് ഓലല്ലമ്മ, മത്തൻ ഓലൻ, കച്ചമ്പറ്, പിന്നെ ഉപ്പേരി, 2 തരപ്പേരി, കാബേജ് ഉപ്പേരി, പയറുപ്പേരി, പിന്നെ എന്താ പിന്നെ അവിയലുണ്ടാക്കിയേക്കണു. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി 6 മണിക്ക് വെച്ചിട്ട് പപ്പടം കാച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യാം. ശരിക്കും നേരത്തെ വരാൻ പറഞ്ഞത് കേട്ടോ. വണ്ടി കിട്ടാത്തോണ്ടാണ്. തിങ്കള് ഈ പൈതല് ഈ കുട്ടികളെ കാണല് നല്ല ഉറക്കത്തിലാണ്. കുട്ടിയുടെ കാതുത്തിക്കാൻ വേണ്ട വീട് കൊണ്ടുപോകുള്ളൂ കുട്ടീനെ. ആ സുഖല്ലേ? നല്ല ഉറക്കത്തിലാണ്, നല്ല നിദ്രയിലാണ് കുട്ടി. ഇതിൻ്റെ ഉള്ളിലുള്ള സേഫ്റ്റിയോടെ കിടക്കും. അപ്പു ഇതാ നല്ല ലുക്കിലും വന്നിക്കണു. കുട്ടീനെ കാതുത്തിക്കാൻ കൊണ്ടുപോയാണ്. വണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പു കുട്ടർ വീഡിയോ എടുക്കാം കേട്ടോ. കാതുത്തിക്കണത് കേട്ടോ. വീഡിയോ എടുക്കാം കേട്ടോ. ഡാ എടുക്കണം കേട്ടോ. ആദ്യമാക്കി ആയി ബാബാ അങ്ങനെ അവര് പോയി. അമ്മ എന്താ പണി? ഏതൊരു പായസം വെക്കണേ? ചെമ്പില ഇതിന്റെ പായസം വെക്കണേ ചെമ്പില് പായസം. അമ്മ അടുക്കളയിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാം അടുക്കള. അമ്മ ഇതാ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർഡർ ഉണ്ട്. അതിനെന്താ അമ്മ ഇങ്ങനെ തന്നെ കടിച്ചു പൊട്ടിക്കാൻ? നമുക്ക് കത്തിരിയൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മളെ പല്ലും കൊണ്ട് നമ്മൾ അതിനെ നമുക്ക് ദൈവം പല്ല് എടുക്കട്ടെ കടിച്ചു പൊട്ടിക്കാൻ. എന്താ അമ്മ കടിച്ചു പൊട്ടിക്കാൻ തീർക്കണ്ട. അത് 1:30 മണിക്കാണ് കറങ്ങി ഞങ്ങൾ. ഇന്നലെ വൈകി നോക്കിണ്ടാക്കി ഇതൊക്കെ വേണ്ടേ. സുസ്മേമാന്നോ നമ്മൾ 3 വട്ടത്തിനടുത്ത് 3ആയോ? മൂന്നായി. കുറച്ച് ചോറാക്കി കേട്ടോ. കുട്ടിക്ക് വളർത്തി വേണ്ട ഇല്ല. ചോറ് വളക്കി വിളമ്പിച്ച കുട്ടിക്ക് ഓരോരോ അഭിപ്രായങ്ങൾ ഓരോരോ സ്ഥലത്താണ്. നാർമല വെക്കട്ടെ. എന്താ ഇതോ നാളെ കുഴിയൊക്കെ പത്തിക്ക് പോകുന്നു. ഞാൻ മിക്സ് വരാം. ഇല്ലല്ലോ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തോട്ടിട്ടുണ്ടാലും കുറച്ച് കൊടുക്കാം. മധുരം കൊടുക്കാം. മധുരം പഞ്ചസാര കൊടുക്കാം. വേണ്ടത്ര കൊടുക്കാം. അതെ ചായ കുടിക്കാണ്. ടീ ഇപ്പൊന്നും ഇടാൻ സമയം കിട്ടണ്ടേ? ഇതാ എൻ്റെ ചേച്ചി ഇപ്പൊ തടിച്ചു. ഗുണ്ട പറയുന്നേ
എന്നിട്ട് ഞാനതൊക്കെ പറയും. അവള് ഈ ഇപ്പൊ തച്ചിരി ആർക്കും ചെയ്യാ. അവളൊരു ഫോട്ടോഷൂട്ട് എടുത്തിറക്കട്ടെ കേട്ടോ എന്റെ ഫോണില്. അവളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കട്ടെ. ഏട്ടൻ അവിടെ കപ്പിൾ ഫോട്ടോ എടുക്കട്ടെ. ഏട്ടനാ ബാക്കിൽ കിട്ടോ ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏട്ടാ അങ്ങനെ വീഡിയോക്ക് ഒന്നും വരില്ല. എന്നെ നടക്കട. പൗഡർ വേർത്ത് പോകുമ്പോ അടുത്ത ആള്. ഇതാണ് മൂത്ത കാരണവര്. ഇത് രണ്ടാമത്തെ. ഇല്ല രണ്ടാമത്തെ അതാണല്ലേ. രണ്ടാമത്തെ അത്. ഇതാണ് അവിടെ സിംഗം പുലി ചെകുത്താൻ. വെള്ളം റെഡിയാക്കാം കൊടുക്കാം. നമ്മൾ കിണ്ണത്തിന് വെച്ച് കൊടുക്കാല്ലേ. വെള്ളം കൊണ്ടെടുത്ത് ക്ലാസ്സിൽ എന്തേലും ഉണ്ടാ നമുക്ക് വെള്ളം കൊണ്ടെടുക്കാം. അങ്ങനെ ഇതാ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇതാ കുട്ടിക്ക് വളക്കിൽ വിളമ്പി കൊടുക്കുക കേട്ടോ. കുട്ടിക്ക് പേര് ചട്ടിക്ക് തീറ്റ ഒട്ടിക്ക് തീറ്റ എന്താ പറയില്ല. എന്താ പതില് എന്താ പതിലുണ്ട്. ആ ഇല്ലോട്ടാ അടാ അല്ല മക്കളടേ കേട്ടാ. പായസം കുട്ടി പപ്പടൊക്കെ ഇട്ടിട്ടുണ്ട്. കെട്ടിക്കാം ഫുഡൊക്കെ ഉണ്ട്. ചിഞ്ചു കൂടി എന്തൊരു ഇത് കൂടി മസാല ചാനൽ ചേർത്ത് ഉണ്ടാവില്ല. മസാലക്കറിയുടെ മറ്റേ ഒരു മസാലയുടെ ഫേവറില്ല അല്ലേ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതാണ് ഞാൻ പറയുന്നത്. ഫുഡ് കഴിച്ചില്ല. ഫുഡ് അവിയലുണ്ടാക്കണം, മസാല ഉണ്ടാക്കണം. ഞാൻ നേരത്തെ വേണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കളിയൊക്കെ കേട്ടോ. ക്ഷീണിച്ചുണ്ടോ കുഞ്ഞിന്റെ തല കാണാനില്ല. ഹൈറ്റ് കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാട്ടോ. ആദ്യത്തെ വണ്ടിയിൽ കുട്ടികളെ എല്ലാവരും കാണിച്ചു തരണം. എന്തുണ്ട് എന്താ സ്ലൈഡ് ഒത്തിരി പറ്റുള്ള വരി തലയില് പറഞ്ഞോ അണ്ണ എന്താണ്ട് ഫുഡ് എപ്പോ ഇരിക്ക് നല്ലാർക്കാ. ശ്രീകുട്ടി ശ്രീകുട്ടി ശ്രീമോള് കുറച്ച് ഏലം കൂടി കയറ്റി വെക്കും. നല്ല മാമണ്ണ പറ്റും. നേരെ അരച്ച് പോരട്ടെ. പപ്പടം വേണോ? പപ്പടം തരാം കേട്ടോ. പപ്പടം പൊട്ടി പപ്പടം പൊട്ടി പപ്പടം കാണിക്കെന്താണ്ട് ഒന്നും വേണ്ടേ? ഗായ്സ് നോക്കൂ, എനിക്കല്ല മാത്രം ഞാൻ ഡേറ്റിങ്ങിലാണ് പണ്ട് പിന്നെ കളിയൊക്കെ കേട്ടോ. ഞാൻ ഡേറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിച്ചു. എന്റെ കണ്ടു അപ്പൊ പിന്നെ ഞാൻ കളിയാക്കാണ് ഇപ്പൊ ഡേറ്റിങ് ഇപ്പൊ കാണാൻ പറ്റും. ഞാൻ ഞാൻ അല്ലി വീസ് നോക്കിക്കോ. അത് മതി അത് മതി ഡേറ്റിങ്ങിലാണ്. മസാലക്കറി കൊടുത്തിട്ട് കണ്ടക്ക് ശകര കിട്ടുള്ളൂ. കുറച്ചെടുക്കട്ടെ ചേച്ചിയുടെ കൂട്ടം 28ആണ്. പിന്നെ മാറിക്കൊണ്ട് നോക്ക് കഷ്ടപ്പെട്ട് അതിന് വെച്ചു തോരൻ വെച്ചു പപ്പടം വെച്ചു എല്ലാം മസാലക്കറി പിന്നെ മാറിക്കൊണ്ടായി. രണ്ടു നേരം പായസം വന്നു മഞ്ചി ഫുഡ് അല്ല ഫുഡ് കണ്ടതിന്റെ കൺട്രോൾ പോകും. കുറച്ചൊരു മണമേ മുപ്പേരി എന്താ അതൊക്കെ എല്ലാം
മുരിങ്ങക്കായ കിക്ക് എല്ലാരും മുരിങ്ങക്കായ ഇന്ത്യയിൽ ഇട്ടോ നിൽക്കണു. ഡേറ്റിംഗ് ആണൊക്കെ ഞാൻ പറയും. ഇനി എന്താ മത്തൻ കറി കിട്ടിയില്ലേ? അല്ല അവിടെ ഉണ്ട്, അഞ്ചു കൂട്ടില്ലു. എന്റെ ഫേവറേറ്റ് ആണ് മത്തൻ കറി. മതി എന്നാ മതി. ആവോ കൂമാരമോരി ഇതെന്താ പപ്പടം കഴിഞ്ഞ? എന്താ ഇത് വേറെ വല്ലതോ? ഇനിയിപ്പോ എന്താ എനിക്ക് അവസാനം പായസം കൂട്ടി കഴിക്കാം. പപ്പടം ഉണ്ട് ഇനി എന്താ മനസ്സില? അച്ചാറ് വേണം, അച്ചാറ് വേണം. എന്താ ചോറ് വന്നു, സാമ്പാർ വന്നു, പിന്നെന്താ അല്ല ഇതെന്താ മത്തം കൊണ്ട് ഓലൻ, പിന്നെ പപ്പടം, കേബേജ് ഉപ്പേരി, മസാലക്കറി ഉണ്ട്, പയറുപ്പേരി, അവിയല്, കച്ചമ്പറ്, അച്ചാറ് എല്ലാം ഉണ്ട്. പുളിയും ചിണ്ടിട്ട് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാനത് നിർത്തില്ല. നമുക്ക് ഇന്നത്തെ കുട്ടിയെ പിടിപിടിക്കാം. അടിപൊളി ഫുഡ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് എല്ലാ വിഭവങ്ങളും. നല്ല ടേസ്റ്റ് ഉണ്ട്. തള്ളല്ലേ, ഞാൻ നാളെ വരാൻ വിചാരിച്ചാണ്. ഞാൻ അമ്മേനെ സഹായിക്കാൻ നാളെ വരാൻ വിചാരിച്ചാ. പിന്നെ കൊക്കി എല്ലാം വണ്ടി കിട്ടാനും വഴി. പിന്നെ അത് പറഞ്ഞപ്പോ കളിക്കും. പിന്നെ നമുക്ക് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. പിന്നെ കഴിച്ചിട്ട് ഇതിൽ ഇലയിലും മതി. ഇലയിൽ കഴിക്കുമ്പോഴാണ് അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് മതി. ആ മതിയേ മതിയേ സ്റ്റോ. ഇലയിൽ കഴിക്കുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. പപ്പടം പപ്പടം അതിനായിട്ട് മാറ്റി വെച്ചതാ, പായസത്തോടെ കഴിക്കാം. ഞാനത് സേവ് ചെയ്ത് വെച്ചു. ഇതെന്തൊരു കട്ട സേമിയോ ഇതിലുണ്ടല്ലോ ഒരു കട്ട. എന്താപ്പതേ നമുക്കിത് കുഴക്കാം. ഞാൻ ഡേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ ഡേറ്റിംഗ് ആണ്. പണം വേണ്ട. എല്ലാരും മേമ്മമാരും ഈ കുട്ടികൾക്ക് ഇപ്പൊ എന്ത് ലൈറ്റുകളാണ്. ഉടുപ്പ് ഇത് കോട്ടറോ ഇതാരുടെ അമ്മായി എടുത്ത അമ്മായി നോക്കട്ടെ കുട്ടി നോക്കട്ടെ. ഇത് കുട്ടി സാരി. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിപ്പോൾ എങ്ങടെ പോണെന്നല്ലേ. ഞാൻ കുറേ കാലമായി ഈ വഴിയൊക്കെ വന്നിട്ട്. ഞാൻ എൻ്റെ പൂരം വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാടൊക്കെ. അത് ഈ പാടട്ടോ. ഈ ഭാഗത്ത് കൂടെ വന്നിട്ട് ഞാൻ കുറേ. ഞങ്ങളിപ്പോൾ കുളത്തിക്കാട്ടോ പോണത്. എന്താ അമ്മ എന്താ കുളത്തിന് പേര്? എന്താ കുളോ? കരിങ്കലക്കുളം. ആ കരിങ്കലക്കുളം. അയ്യോ പേരൊക്കെ മറന്നിട്ടോ. കുറേ പണ്ടൊക്കെ ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ കുളിക്കാൻ പോവും. നമ്മുടെ കൂടെ അങ്ങനെ പോവും. വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ വിരുന്നേരൊക്കെ വന്നപ്പോൾ എന്താ പൈപ്പ് വെള്ളം നിന്നിക്കൂടും. അപ്പോൾ വെള്ളം കഴിഞ്ഞു. അപ്പോൾ വെള്ളം ഉണ്ട്, നാളേക്കൊക്കെ വേണ്ട. അപ്പോൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുളത്തേക്ക് പോകാനായിട്ട് അമ്മയുണ്ട് കേട്ടാ. അമ്മ താ മാറാപ്പൊക്കെ എടുത്തിട്ടാ അടക്കണത്. ഇങ്ങോട്ട് ബക്കറ്റ് ഇവിടെ ഒരു മാങ്ങമുച്ചൊക്കെ ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞമ്മ. ഓ അത് നല്ല മാങ്ങിണ്ടാവും കേട്ടോ. നല്ല മാങ്ങിണ്ടാവും കേട്ടോ. അതിൽ ഞങ്ങളിട്ട് എല്ലാവരും പാടെ ഉച്ച നേരത്തൊക്കെ മാങ്ങറിയും. ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ കുമ്പളകൊക്കെ കൂട്ടി കഴിക്കും ഞങ്ങൾ. കുളിക്കാൻ വരുമ്പോഴും അതേട്ടോ മാങ്ങ എറിയാൻ വേണ്ടി പൂപ്പം. ആ മാങ്ങമുച്ചൊന്നും ഇല്ല. ഇപ്പോൾ ചെറിയൊരു മാങ്ങമുച്ചി ഉണ്ട് അവിടെ. അതിന് മാങ്ങയൊന്നുമില്ല. ഓ അങ്ങനെ ആ കുളം എത്തിട്ടോ. അമ്മ കുറേ ഇത്ര കുളത്തേക്ക് വന്നിട്ട് ഓ ക്ഷീണിച്ചു. മേലൊക്കെ നനഞ്ഞിക്ക് കേട്ടമ്മേ. മേലൊക്കെ നനഞ്ഞിക്കാണ്. പൈപ്പിൽ വെള്ളമല്ല മോട്ടർ അടിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മേലൊക്കെ നനഞ്ഞു. അല്ല വെള്ളം അടിക്കുകയായിരുന്നു. മോട്ടർ അടിക്കുക. അയ്യോ ആ വാ വാ വരുന്നു വരുന്നു. ഇവിടെ നിന്നായിട്ടോ ഗായ്സ് കുളം. ഇവിടെ ഒന്നും ആരും വരാനും തോന്നുന്നു. ഇപ്പോൾ തുണികൾ മുക്ക് വേഗം. ഞാൻ അപ്പോഴേക്ക് ഇതിൽ തിരിഞ്ഞു സോപ്പൊടി ബക്കറ്റ് ഇട്ടോ. ബക്കറ്റ് തുണികൾ എടുക്ക്. അത് വീടുമ്പോ ചളിക്ക്
സോപ്പൊടി കളിക്കും. വന്നൊരു കുറച്ചെടുക്കട്ടാ, അതൊക്കെ അടിപൊളിയായിരിക്കും. ഇല്ല മൊത്തത്തിൽ നീച്ചു പോകില്ല. സോപ്പൊടിയേ കലക്കി വെള്ളം കുറച്ച് കലക്കേ. വെള്ളം ഇറങ്ങി. കുളം കാണിച്ചെടുക്കണം നമ്മുടെ കുളം. ഇതാണ് ഞങ്ങളുടെ കുളം. ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നല്ലേ. ഈ ആദ്യമായിട്ടാണ് എന്തുകൊണ്ട് ഞങ്ങൾ പണ്ട് ഞാനും ഞാനോ ചിഞ്ചേച്ചിന്റെ അമ്മയോ ഒരു ദിവസം വന്നിട്ടുണ്ടോ ചെറുപ്പത്തില്? ആ ചെറുപ്പത്തില്. നീ കുട്ടിയായിരിക്കും, നീ തന്തയില്ല. നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടൊക്കെ നല്ല വെള്ളം കയറും. വെള്ളം ഇറങ്ങി വേനൽക്കാലം ആവുണ്ടല്ലേ. ഇന്നലെ ചേച്ചി എന്തോ വീഡിയോ എടുത്തില്ലേ, ഒരു ഐസിന്റെ ഒരു പാക്കറ്റ് പോലെ? അതൊന്നും ഞാൻ കിട്ടില്ല. ഇത് വേറെ ആരും വീഡിയോ ചിന്തയാണ് പറയുന്നത്. അമ്മ അങ്ങോട്ട് വെക്കട്ടെ. എന്തോ എന്താ നമുക്ക് ഇട്ടാൻ പറ്റില്ല. ഞാൻ പോവാക്കി പോകാൻ പറ്റില്ല. അമ്മ തല എടുത്ത് കഴിച്ചു. പന്നിയൊക്കെ ഉണ്ടാവും. പേടിയുണ്ടേ. പന്നി ഉണ്ടാവുക. ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. ഇവിടെ നമുക്ക് നിർത്തിയിട്ട് പോവാം. അതെ കണ്ട പൊന്തി വരുന്നുണ്ടോ? മീനിന്റെ സ്പ്രേറായിരിക്കും. വേദമൊന്നുമല്ല, മീനാണ്. എവിടെ എവിടാ? അതാ കണ്ടാ എല്ലായിടത്തും ഇങ്ങനെ മിന്നുന്നുണ്ടോ? അതാ 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 അത് വേദം നോക്കി ചേച്ചി. അതാ അത് മീനൊന്നല്ല, കുമള ഉത്ത. കുമള ഒന്നല്ല. അതേടാ അല്ലത്ര അപ്പൊ നേരത്തെ അവിടെ നിന്ന് വീണതോളൂ. ഇനി ഒന്നുകൂടി വീഴാൻ നിൽക്കണ്ട. ഞാൻ വീഴാൻ വേണ്ടിട്ട് പറപ്പിക്കോളൂ അവിടെ നിന്നിട്ട്. കോമഡി അല്ലാതെ പറയാൻ വെക്കില്ല. ഇത് കോമഡി അല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. മനസ്സിലാവില്ല, ബുദ്ധിയില്ല, തീരെ അന്തല്ല. എന്ത് പറയാണ്ടോ, ചോദിക്കാണ്ടോ? പിന്നെ ഒറ്റ വിരിപ്പും കൂടി അതുണ്ടല്ലേ. അല്ലാതെ തിരുമ്പിയതല്ലേ. ഏത് അതാത് മഞ്ഞളല്ലാതെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു. അത് ഞാൻ മഞ്ഞളുടെ കഷ്ടം കളഞ്ഞോ അറിയില്ല. അയ്യോ അത് കളഞ്ഞു തള്ള കേട്ടോ. ആട്ടോ എവിടെ പോയി? ഒരു ചെറിയൊരു കഷ്ണം കൊടുന്നാട്ടോ. ഞാൻ തരട്ടെ അല്ലവാ നമ്മുടെ അവിടെ പഴഞ്ചൊല്ലോട് ഗായ്സ്. അപ്പം ഞാൻ അപ്പം കാണിക്കാൻ പോവാണ്. കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പാടമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, അപ്പം ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നുമില്ലാതെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഈ പാടത്തേക്ക് കൂട്ടോ. അവിടെ കുറച്ചേരൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കും. എന്നിട്ട് നമ്മുടെ അമ്മ അപ്പോഴേക്ക് തിരുമ്പലൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ കുളിക്കും. അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ ചെയ്യാറ്. കാണിച്ചരാം, പാടം കാണിച്ചരാം. ഒരു സംഭവം കാണിച്ചരാം. ആടിലേക്ക് വന്ന അപ്പോഴും ആടൊക്കെ ഉണ്ടല്ലേ. നീണ്ട് വരട്ടോ. നിക്ക് നല്ല മതി. ഇവിടെ നിന്ന് കോസ്റ്റ് കാണിക്കാൻ പറ്റില്ല. എന്റെ ഫോണ് വെള്ളത്തേക്ക് വിത്തരുത് കേട്ടോ. കണ്ണ പേടിയാ. കണ്ട കുളമൊന്നല്ല ഇത്. ഇതൊരു എന്താ പറയുക, വേസ്റ്റും ഒന്നല്ല. ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഇതിപ്പോൾ എന്താ പറയുക അറിയില്ലടാ. ഒരു കുഴി, വലിയൊരു കുഴി. അത് പണ്ടേക്കേ ഉള്ള സംഭവമാണ്. അപ്പോൾ അതിന് നല്ല വെള്ളം ഉണ്ട് കേട്ടോ. എന്നാൽ കുളത്തിലെ വെള്ളം ഇല്ലാത്ത അവിടെ നല്ല വെള്ളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അമ്മ വെള്ളം കുറച്ച് കമ്മി ഉള്ളതല്ലേ. അപ്പോൾ കുളത്തേക്ക് തീരുമാനം പോട്ടെ. ഞാൻ ബിരിയാണിയൊക്കെ ആട്ടി കൊടുന്നാട്ടോ. നോക്കി ഓരോന്ന് വരണ്ടോക്ക് പറഞ്ഞത് കേൾക്കുന്നില്ല കേട്ടോ. അമ്മ അവസാനം തൊണ്ടിയിടാൻ തുടങ്ങി. ബിരിയാണി കൊണ്ട് വെറുതെ നൽകിയത്. അത് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ വാലായിട്ട് വരികയാണ്. നല്ല വാ തുറക്കാണ് നിന്നാൽ മതി. തുറന്ന അപ്പോൾ അമ്മമ്മടുത്ത് ചെക്കന്മാരെ കൊണ്ട് തോറ്റു ഞാൻ എങ്ങടാണ്ടോ എനിക്ക് പിന്നാലെ വാലായിട്ട് വരികയാണേ. ഞാൻ കുറേ ആയിട്ടോ ഇതിനൊക്കെ വന്നിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോണ്ടോ ഈ വഴി കൂടെ ഇങ്ങനെ പോയിട്ടോ. അപ്പം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും വീട്ടിക്ക്. അതിന് ഓർമ്മ. അല്ലാതെ ഞാൻ ഈ വഴി കണ്ടിട്ട് കുറേ ആയി.
കണ്ടോ അവിടെ ഒരു മാങ്ങൂച്ചി ഉണ്ടായിരുന്നു, അവിടെ ഒരു മാങ്ങൂച്ചി ഉണ്ടായിരുന്നു, നിറയെ മാങ്ങിണ്ടായിരുന്നു. ആ മാങ്ങൂച്ചി വെട്ടി കളഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഉസിരി പോയിരിക്കുന്നു, ഉസിരി പോയി. വാ പുറത്തിന് വയ്യ. അവിടെ ഒരു പാട്ട് പാടാ കണ്ടു. ആ മുട്ടിലോ, മുട്ടിൽ തീപ്പൊട്ടി, തീ പറിച്ചോ? ആ അവിടെ മുട്ടില് കമ്പിത്തിരി കൊളുത്തി. ചോരാടിയോ എന്തത്? ചോരാടി എന്താ? അപ്പോ ഇവിടെ തലതെറിച്ച് വെച്ചിട്ടോ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല. എൻ്റെ സാധനം ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, വീട്ടിലേക്ക് പോ നിൽക്കുക. പിന്നെ അവളുടെ ഒരു കുറവ് കൂടെ ഉള്ളൂ ഇവിടെ. ഇതെല്ലാം തകഞ്ഞു. ഇതാണ് നമ്മുടെ കണ്ണമ്മോൻ. കണ്ണനാണെങ്കിൽ രാവിലെ ഇവൻ തമിഴാട്ടോ, തമിഴ്നാട്ടിലാണ് അവൻ. അങ്ങനെയൊന്നും ഇല്ല, അവനും മലയാളം അറിയാലോ. ബാ ഇനി പോവാ, തിരിച്ചു പോവാ. നിങ്ങളെ കൊണ്ട് റോഡ് അടിച്ചു വന്നു. ഇനി അവിടെ പോയി ഒന്ന് ഒരുപാട് തിരിച്ചിട്ട് നന്ദു എൻ്റെ കയ്യും കോലും മുറിച്ച സോദരാണത്. മോളൊക്കെ ഇന്നെ ഇവര് കളിക്കാൻ വിളിക്കുകയാണ്. കളിക്കുക എന്താ ചെയ്യുക? ഞാൻ ഇവര് കളിക്കൊക്കെ നിൽക്കൊണ്ടാണ് ഇവര് പിന്നെ കളിക്കാൻ വിളിക്കുക. ഒളിച്ച് കളി, ഓടിപ്പുറത്താം, അതൊക്കെ കളിക്കൊക്കെ നമുക്ക് കളിക്കാട്ടോ. ഒളിച്ച് കളിച്ചാലോടാ. അമ്മ ഇപ്പൊ നമ്മളെല്ലാവരും ഓടിക്കും. നമുക്ക് പറമ്പിൽ കളിക്കാം. ആ പറമ്പിൽ കളിക്കാം, തൊടിയിൽ കളിക്കാം നമുക്ക് പറമ്പില്. എന്താ പറിച്ചില്ല അപ്പളേക്ക് എണ്ണ സീറ്റൊക്കെ പിടിച്ച് കൊടുക്കാൻ. ഇവിടെ ഇവിടെ എണ്ണ അത്ര പൊക്കജാടത്തിന്റെ കളിക്കാടി. എനിക്ക് വയ്യടി, നമുക്ക് നാളെ കളിക്കേ. നാളെ എപ്പോ പോകും? നാളെ നിങ്ങൾ പോവില്ലല്ലോ. എപ്പോ? രാവിലെ നേരത്തെ. നേരത്തെ പറഞ്ഞ നേരെ വിളിച്ചാൽ 4 മണിക്ക് പോവും. പരീക്ഷ നാളെ ശനിയാഴ്ചയാണ്. അമ്മയുടെ കൂടെ പോയിട്ട് നിങ്ങൾ പൊന്നലുമ്മയുടെ കൂടെ പോണത്. അമ്മ കടയ്ക്ക് പോവില്ലേ? എന്ത് ഡാൻസ് ഉണ്ടോ? എന്ത് ഡാൻസ്?